മസ്ക ബന്നും ഇറാനി ചായയും സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന മസ്ക ബന്നും ചായയും ഞാനും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 2 കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചെറിയ കഷ്ണം പട്ട, ഒരു 3 ഗ്രാമ്പു, ഒരു 4 ഏലക്ക ഒന്ന് ചതച്ചുകൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുപ്പത്തിന് ആവശ്യമായിട്ടുള്ള ചായപ്പൊടി കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ ചായപ്പൊടിയാണ് ഇട്ടത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെ ചായയുടെ കടുപ്പത്തിനനുസരിച്ച് വേണം പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇത് അടുപ്പിലോട്ട് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു സമയം കൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് 2 കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട്. ഈ ഒരു പാലിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മിൽക്ക് കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മധുരമാണോ വേണ്ടത് അതിനനുസരിച്ച് വേണം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടുപ്പിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കണം ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്താൽ മതി. ചായയും പാലും ഒക്കെ നന്നായിട്ടൊന്ന് കുറുകി വരുന്ന ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 100 ഗ്രാം അളവിൽ ഉപ്പില്ലാത്ത ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ബട്ടർ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒട്ടും തണുപ്പില്ലാത്ത ബട്ടർ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് മധുരമുള്ളൊരു ക്രീം അല്ലാട്ടത്, ചെറിയൊരു മധുരം മാത്രമേ ഉണ്ടാവൂ. അതിനനുസരിച്ച് മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. നല്ലൊരു ക്രീമാക്കി എടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മാത്രം വാനില എസൻസ് കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നിർബന്ധമുള്ള കാര്യമല്ല, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. കൂടി പോകാതെ ശ്രദ്ധിക്കണേ. ഇതുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് ബന്നിലേക്കൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ക്രീം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ബന്ന് എടുത്ത് നടുവിലായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ക്രീം തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ബന്ന് എടുത്തതിന് ശേഷം ഇതുപോലെ നടുവിലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് എത്രത്തോളം ക്രീമാണോ വേണ്ടത് അതിനനുസരിച്ച് വേണം തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തേച്ച് കൊടുക്കാം. ബന്നിൻ്റെ ഉള്ളിൽ മൊത്തത്തിലൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പുറത്തായിട്ടും കുറച്ച് തേച്ച് കൊടുക്കാം ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളമാണോ ഇഷ്ടമുള്ളത് അതിനനുസരിച്ച് വേണം നിങ്ങൾ തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മസ്ക ബന്ന് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചായ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുള്ള ചായ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് എത്രത്തോളം കടുപ്പാണോ വേണ്ടത് അതിനനുസരിച്ച് ചായ ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ട പാല് കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പാൽ കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ ഇറാനി ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്.